വിദേശ പണം ഒഴുകുന്ന മല്ലു സിനിമ, ഭയപ്പെടുത്തുന്ന പിന്നാമ്പുറ രഹസ്യങ്ങൾ, പല പ്രമുഖ ബാനറുകളെയും നടന്മാരെയും പൂട്ടിക്കെട്ടാൻ കേന്ദ്ര ഏജൻസികൾ. ഒരുപാട് പരിമിതികളിൽ നിന്ന് തുടങ്ങിയ മലയാള സിനിമ ഇന്ന് കച്ചവട സാധ്യതകൾ കൊണ്ടും കലാമൂല്യങ്ങൾ കൊണ്ടും ലോകോത്തര നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ മലയാള സിനിമ ഇപ്പോൾ കടുത്ത വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. മയക്കുമരുന്നും കള്ളപ്പണവും മലയാള സിനിമയുടെ സമഗ്ര മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നതാണ് ഈ പ്രതിസന്ധികൾക്ക് മൂല കാരണമെന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ത്യൻ ദേശീയതയെ അവഹേളിക്കുകയും രാജ്യസുരക്ഷയെ കരുതി ഭരണകൂടം കൈക്കൊള്ളുന്ന നയങ്ങളെ പ്രതീകാത്മകമായി പരിഹസിക്കുകയും തീവ്രവാദത്തെ ഒരു പരിപാവനമായ ഉൽപ്പന്നമാക്കി ഒളിപ്പിച്ച് കടത്തുകയും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്ന തരം പ്രൊപ്പഗാണ്ടകൾ വെച്ചു പുലർത്തുന്ന സിനിമകൾ നിർമ്മിക്കുകയും മലയാള സിനിമയിൽ പതിവായിരിക്കുകയാണ്. അതിനുവേണ്ടി ചില രാജ്യവിരുദ്ധ ശക്തികൾ പോലും മലയാള സിനിമയ്ക്ക് കനത്ത ഫണ്ട് നൽകുന്നുണ്ടെന്ന വിവരം വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില അവിഹിത കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില പ്രമുഖ ബാനറുകളും നിർമ്മാതാക്കളും നിർമ്മാതാവ് കൂടിയായ ഒരു നടനും ഇഡിയുടെ അന്വേഷണത്തിന് കീഴിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചി കേന്ദ്രമായി മലയാള സിനിമയിലെ ചില പ്രമുഖരെ ലക്ഷ്യമിട്ട് ഇഡിയും ഇൻകം ടാക്സും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൻതോതിലുള്ള വിദേശ പണം കൈപ്പറ്റിയെന്ന രേഖകൾ ലഭിച്ചതിനെ തുടർന്ന് പ്രമുഖ നടനെതിരെ ഇഡിയും ഇൻകം ടാക്സും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ചില നടന്മാർ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ സിനിമകളിൽ ചിലതിൽ ദേശസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിരീക്ഷണം നീട്ടിയത്. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി മാറിയത്. വിദേശത്ത് നിന്ന് അത്തരം അനധികൃതമായി പണമൊഴുക്കുന്ന സിനിമകളുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ലഹരി പദാർത്ഥങ്ങൾ മലയാള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നത് എന്നാണ് വിവരങ്ങൾ. തുടരെ സിനിമകൾ പൊട്ടിയിട്ടും കൂടുതൽ സിനിമകൾക്ക് പണം മുടക്കുന്ന ചില നിർമ്മാതാക്കളെ ബിനാമിയാക്കി വിദേശത്ത് നിന്ന് കൂടുതൽ കള്ളപ്പണം എത്തുന്നുവെന്നാണ് ആരോപണം. മലയാള സിനിമയിൽ വിദേശത്ത് നിന്നും കള്ളപ്പണം ഒഴുകുന്നത് പ്രത്യേക ആശയ പ്രചാരണം ലക്ഷ്യമിട്ടാണോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മലയാളത്തിലെ ഒരു പ്രമുഖ യുവനടൻ അഭിനയിച്ചതും നിർമ്മിച്ചതും സംവിധാനം ചെയ്തതുമായ പല സിനിമകളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചിട്ടുള്ള തീവ്രവാദ ബിംബങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആസൂത്രിതമായി ആക്ഷേപിക്കുന്ന രംഗങ്ങൾ വ്യക്തമായി തന്നെ കാണാം. കേരളത്തെ ഒരു പ്രത്യേക മതത്തിൻ്റെ താല്പര്യത്തിൽ ആക്കുക എന്ന നിഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ആവിഷ്കരിക്കുകയും ലഹരി ഉപയോഗത്തിലേക്ക് യുവതയെ ആകർഷിക്കാൻ സിനിമയെ ഉപയോഗിക്കുകയും ദേശീയ വിരുദ്ധ സമീപനം കൊണ്ട് കുപ്രസിദ്ധരായ മത തീവ്രവാദികളെ സിനിമയിലൂടെ വെളുപ്പിക്കാൻ മത അജണ്ടകൾക്കനുസരിച്ച് സിനിമ പ്രഖ്യാപിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ആരാധകരെ മുൻനിർത്തി ഭരണകൂടത്തിനെതിരെ ക്ലാസ് വാറിന് ആഹ്വാനം നൽകുകയും ചെയ്യുന്ന സിനിമാക്കാർക്കെതിരെ കേന്ദ്രം നടത്തുന്ന നടപടികൾ മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശമായി മാറുമെന്ന വിശ്വാസത്തിലാണ് നിഷ്പക്ഷരായ പ്രേക്ഷകർ.